സൂക്ഷ്മമായ ഊർജത്തെ ആദ്യം സംഭരിക്കേണ്ടി വരും. അതിന് ഉപകരണമില്ല. ജീവൻ പോയ ജീവിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാധിക്കും. ഞാനന്ന് വളരെ ഹാപ്പിയും അതുപോലെ തന്നെ എക്സൈറ്റഡുമാണ്. എന്തുകൊണ്ടാണെന്നല്ലേ, ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വന്നിരിക്കുന്ന മറ്റാരുമല്ല, നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ഹിമാലയൻ മാസ്റ്റർ അഷ്റഫ് സാറാണ്. മാസ്റ്റർ നമസ്കാരം. ഞാനിന്ന് ചോദിക്കാൻ പോകുന്നത് കുറേ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ചോദിക്കാൻ പോകുന്നത് ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരുപാട് നാളുകളായിട്ട് ഞാൻ ചോദിക്കാനിരുന്നതാണ്. നമുക്കൊരു ജീവിയുടെ ഒരു ഫോസിൽ ലഭിച്ചു എന്ന് വിചാരിക്കുക. ആ ഫോസിൽ ഉപയോഗിച്ച് നമുക്ക് ആ കാലത്ത് ജീവിച്ചിരുന്ന ജീവിയെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ജീവൻ പോയ ജീവിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അല്ലേ? ജീവൻ പോയ ജീവിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാധിക്കും. ഫോസിൽ നമ്മളിപ്പോ സയൻസ് അതിന്റെ സാങ്കേതിക വിദ്യയിലേക്ക് കടന്നു. ഏലിയൻസ്, പെലേഡിയൻസ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ടി വരും ഈ സബ്ജക്റ്റ്. വീണ്ടും പെലേഡിയൻസ് കടന്നു വന്നേക്കാണ്, ഏലിയൻസ് എല്ലാം കടന്നു വന്നേക്കാം. ഫോസിലിലേക്ക് ഈ ഫോസിൽ വന്നിരിക്കുമ്പോൾ അതിന്റെ എനർജി ആദ്യം ചെക്ക് ചെയ്യുക. ആ ഫോസിൽ നിലനിൽക്കുന്ന എനർജിയിൽ ഈ ഫോസിലിന് ഫോസിലായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. പല കോടാനുകൂടി വർഷങ്ങൾ എടുത്തിട്ട് ഇപ്പൊ ഡൈനോസോറിന്റെ ഫോസിൽ കിട്ടിയെന്ന് വിചാരിക്കാം. ഡൈനോസോറിന്റെ ഫോസിലിനെ ഡൈനോസോർ ആക്കി മാറ്റണമെങ്കിൽ എന്താവശ്യമാണ്? ആ കാലഘട്ടത്തിലെ ഊർജത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ സമയത്തെ ഊർജത്തിലാണ് ഈ ഡൈനോസോറിന്റെ ഫോസിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഗുണം, ആ തരംഗ ദൈർഘ്യം ഈ ഗുണമേ കാണിക്കുള്ളൂ. ഏതെങ്കിലും വിധേന ആ കാലഘട്ടത്തിന്റെ ഊർജത്തിലേക്ക് ഇതിലേക്ക് സന്നിവേശിപ്പിക്കുക. ഈ ഫോസിലിലേക്ക് ആ ഊർജം സന്നിവേശിപ്പിക്കുക ആ തരംഗ ദൈർഘ്യത്തിലുള്ള. അത് യൂണിവേഴ്സിന്റെ തരംഗ ദൈർഘ്യമാണ്. 342 അഗാധമായ തരത്തിലായിരിക്കും. കാരണം കോടാനുകൂടി വർഷങ്ങൾ മുമ്പ് പറഞ്ഞ പ്രതിഭാസമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണും. അത് ഈ ഫോസിലിലേക്ക് ഏതെങ്കിലും വിദ്യ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉപകരണം ഉപയോഗിച്ച് അതിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ അത് വീണ്ടും റീക്രിയേറ്റ് ആവും. അപ്പോൾ എന്ത് പറ്റും? ആ കാലദൈർഘ്യം, ആ ഫോസിലിന്റെ കാലദൈർഘ്യം മാറി. ആ ഫോസിലിന്റെ കാലദൈർഘ്യം കോടാനുകൂടി വർഷം മുമ്പുള്ള എനർജിയുടെ കാലദൈർഘ്യമായി. അപ്പോൾ അത് ജീവനുള്ള ജീവിയായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഈ ഫോസിലിനെ വച്ചിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇതേ ജനുസിൽപ്പെട്ട ജീവികളെ പറ്റിയുള്ള നോളജ് എല്ലാം കിട്ടും. കാരണം ഇതേ ഫ്രീക്വൻസിയിലായിരിക്കും അന്ന് ഈ ഡൈനോസോർ, ബ്രോണ്ടോസോർ ആ രീതിയിലുള്ള ജീവികളെല്ലാം നിലനിന്നിരുന്നത്. പല ജീവിക്കും പല ഫ്രീക്വൻസിയാണ്. ഒരേ ശ്രേണിയിൽപ്പെട്ട ഒരു ജീവിക്ക് പോലും പല ഫ്രീക്വൻസിയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ സാധ്യമാണ്. ടൈം സ്കെയിൽ കേട്ടിട്ടുണ്ട്. അതായത് ടൈം സ്കെയിൽ മാറ്റിമറിക്കുക. ഇവിടെ അതാണ് സംഭവിപ്പിച്ചേക്കണേ. ടൈം സ്കെയിലിനെ മാറ്റിമറിച്ചേക്കണം നമ്മൾ. അതായത് ഇപ്പോഴുള്ള ടൈമിനെ നമ്മൾ ഊർജം ഉപയോഗിച്ച് സമയത്തിന് അതീതമാക്കി, അതായത് ഏതോ കാലഘട്ടത്തിലെ സമയത്ത് ഇവിടെ കൊണ്ടുവന്നേക്കാണ്. സമയം ബാധകമാണ്. ഇപ്പോഴുള്ള വേഗതയല്ല ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഏതോ കാലദൈർഘ്യത്തിലുണ്ടായിരുന്ന വേഗതയും ഊർജവുമാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്കി മാറ്റാൻ പറ്റും. ഒരു ഫോസിൽ കിട്ടിയാൽ നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് പിന്നാമ്പുറം പോയി അതെന്തായിരുന്നെന്നും അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ സാധ്യമാണ്. പക്ഷേ ഉപകരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിന്റെ നോളജ് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഉപകരണം കണ്ടുപിടിക്കാൻ ശ്രമം നടത്തിയാൽ ഒരു വലിയൊരു വിപ്ലവമൊക്കെ ആയിത്തീരും പല സംഭവങ്ങളിലും. പക്ഷെ അതിന് റിസർച്ച് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷം ഇരുന്ന് അത് റിസർച്ച് ചെയ്ത് അതിന്റെ പിന്നിൽ ആയിരക്കണക്കിന് സയന്റിസ്റ്റ് ഇരുന്ന് ഇതിന്റെ മാറ്റിമറിക്കൽ ആവശ്യമാണ്. അപ്പോഴാണ് കാരണം ഫോസിലിലേക്ക് ഊർജം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അസംഭവമായ സംഭവമാണ് അല്ലെ? ഏതെങ്കിലും ഊർജത്തെ ഫോസിലിലേക്ക് കൊടുക്കണമെങ്കിൽ തന്നെ ഉപകരണമില്ല. പിന്നെ പിന്നാമ്പുറം അവിടെ കിടക്കുകയാണ്. അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇപ്പോഴുള്ള ഫോസിലിലേക്ക് സൂക്ഷ്മമായ ഏതെങ്കിലും കാലഘട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഊർജത്തെ എടുക്കാം. ഏതെങ്കിലും കാലഘട്ടത്തിൽ വർക്ക് ചെയ്ത ഊർജത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാവും? സൂക്ഷ്മത. അതിനാണ്, അതായത് അത് കാലത്തിലല്ല വർക്ക് ചെയ്തത്. അതാണ് ഏതെങ്കിലും കാലഘട്ടം എന്ന് പറയുന്നത്. സൂക്ഷ്മതയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ സൂക്ഷ്മമായ ഊർജത്തെ ആദ്യം സംഭരിക്കേണ്ടി വരും. അതിന് ഉപകരണമില്ല. അതിസൂക്ഷ്മമായ അറ്റമിക് തലത്തിൽ ഒന്നിനും പിടികൊടുക്കാത്ത ഊർജത്തെ സമാഹരിച്ച് അതിനെ ഇതിലേക്ക് ഏതെങ്കിലും വിധേന സന്നിവേശിപ്പിച്ചാൽ ഇത് പിന്നെ ഫോസിലായിട്ട് നിലനിൽക്കില്ല. അത് അതിന്റെ ഗുണങ്ങൾ കാണിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മുടെ ആഗ്രഹം എന്താണ്? വീണ്ടും ഡൈനോസോറിനെ സൃഷ്ടിക്കുക എന്നുള്ളത്. അങ്ങനെ സാധ്യമാണ്. എന്ത് നോളജും അതിൽ കൂടെ എടുക്കാൻ പറ്റും നമുക്ക്. അങ്ങനെയാണ് ഈ ബ്ലാക്ക് ഹോൾസിന്റെ ആ കൺസെപ്റ്റിലൊക്കെ ഞാൻ ഇത് കുറെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആറ്റത്തിന്റെ തിയറിയിലൊക്കെ കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ സാധ്യമാണ്. ഓക്കെ. എന്റെ വളരെ നാളായിട്ടുള്ള ഒരു ഡൗട്ട് ആയിരുന്നു ഇത്. അത് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു. താങ്ക് യു മാസ്റ്റർ. ഓക്കെ.